ഹായ് എവരിവൺ, ചാനലിലേക്ക് സ്വാഗതം. സാമൂഹിക പെരുമാറ്റത്തിൽ സംസ്ഥാനങ്ങൾ എങ്ങനെ മുന്നേറുന്നുവെന്ന് വെളിപ്പെടുത്തുന്ന ഒരു സർവേ ആണ് ഈ വീഡിയോ. നമുക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യ ഏറ്റവും വേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നാണ് എന്നത്. പക്ഷേ പൗരപെരുമാറ്റം, സുരക്ഷ, ലിംഗ മനോഭാവം, വൈവിധ്യം തുടങ്ങിയ സാമൂഹിക സൂചികകളിൽ നമ്മുടെ രാജ്യം എവിടെ നിൽക്കുന്നു, എങ്ങനെ മുന്നേറുന്നു എന്നതിനെ കുറിച്ചൊരു സർവേ നടന്നിരുന്നു. 21 സംസ്ഥാനങ്ങളിലായി ഇന്ത്യ ടുഡേ നടത്തിയ അത്തരത്തിലുള്ള ആദ്യ സർവേ രാജ്യത്തിന്റെ സാമൂഹിക പുരോഗതിയിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ വിശകലനം ആണ് ഈ വീഡിയോ. മൊത്ത ആഭ്യന്തര പെരുമാറ്റം GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയർ അളക്കുന്നതിനായി ഇന്ത്യ ടുഡേ നടത്തിയ സർവേയിൽ വ്യത്യസ്ത സാമൂഹിക സൂചികകളിൽ കേരളം രാജ്യത്തെ ആവറേജിനേക്കാൾ മുന്നിലാണെന്നും തമിഴ്നാടും പശ്ചിമ ബംഗാളും തൊട്ടു പിന്നിലുണ്ടെന്നും കണ്ടെത്തി. 21 സംസ്ഥാനങ്ങളിലും ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തും നടത്തിയ സർവേയിൽ ഉത്തർപ്രദേശും പഞ്ചാബും ദുർബലമായ സാമൂഹിക ക്ഷേമ സൂചികകളെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ ഏറ്റവും താഴെയാണ്. വിശകലന സർവേ സ്ഥാപനമായ ഹൗ ഇന്ത്യ ലിവ്സുമായി സഹകരിച്ച് നടത്തിയ ഈ മുൻനിര സർവേ സംസ്ഥാനങ്ങളിലെ നിവാസികളുടെ പൗര സാമൂഹിക മനോഭാവങ്ങളെ അടിസ്ഥാനമാക്കി റാങ്ക് ചെയ്യുകയായിരുന്നു. അങ്ങനെ കൂടുതൽ പുരോഗമനപരമായ പ്രതികരണശേഷിയുള്ള സംസ്ഥാനങ്ങൾ സാമൂഹിക ക്ഷേമ സൂചികകളിൽ ഉയർന്ന സ്കോർ നേടി. ശക്തമായ സാമൂഹിക ഘടന പ്രദർശിപ്പിക്കുന്ന ആദ്യ 5 സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ മഹാരാഷ്ട്രയും ഒഡീഷയും ഇടം നേടി. വടക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് ഇതിൽ അധികം പ്രാതിനിധ്യം ഇല്ലായിരുന്നു. പൊതുനിയമങ്ങൾ പാലിക്കുന്നുണ്ടെന്ന് വിലയിരുത്തിയ സിവിൽ ബിഹേവിയർ ഡൊമൈൻ രസകരമായ സ്ഥിതിവിവര കണക്കുകളാണ് നൽകിയത്. സർവേയിൽ പങ്കെടുത്തവരിൽ 85% പേരും ഗതാഗത നിരക്കുകൾ വെട്ടിക്കുന്നവരെ പിന്തുണച്ചെങ്കിലും 2023-24 റെയിൽവേയിൽ മാത്രം 3.6 കോടി ടിക്കറ്റ് ഇല്ലാതെ യാത്ര ചെയ്ത കേസുകൾ കണ്ടെത്തിയതായി സർക്കാർ ഡാറ്റ വെളിപ്പെടുത്തി എന്നത് രസകരമായ ഒരു വസ്തുതയായിരുന്നു. ഇതിന്റെ ഫലമായി 2231.74 കോടി രൂപയുടെ പിഴയാണ് ഈടാക്കിയത് എന്നതാണ് മറ്റൊന്ന്. എൻഫോഴ്സ്മെന്റിന്റെ പരാജയവും സർക്കാരിന്റെ ഉത്തരവാദിത്വം ഉറപ്പാക്കുന്നതിലെ വെല്ലുവിളിയും ഡാറ്റ അടിവരയിടുന്നു. സർവേയിൽ പങ്കെടുത്തവരിൽ 61% പേരും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കൈക്കൂലി നൽകാൻ തയ്യാറായിരുന്നുവെന്നും ഉത്തർപ്രദേശ് പട്ടികയിൽ ഇതിൽ ഒന്നാമതെത്തിയെന്നും സർവേ വെളിപ്പെടുത്തുന്നുണ്ട്. അതുപോലെ നികുതി ഒഴിവാക്കാൻ സ്വത്തുമായി ബന്ധപ്പെട്ട ഇടപാടുകൾക്കായി കണക്കിൽ കാണിക്കാതെ പണമായി നൽകാൻ 52% പേർ തയ്യാറാണെന്നും സർവേ കണ്ടെത്തി. എന്നിരുന്നാലും സർവേ ചില തിളക്കമുള്ള കാര്യങ്ങളിലേക്കും വെളിച്ചം വീശുന്നുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഡിജിറ്റൽ ഇന്ത്യ മുന്നേറ്റത്തോടൊപ്പം സർവേയിൽ പങ്കെടുത്തവരിൽ 76% പേരും പണത്തേക്കാൾ ഓൺലൈൻ പേയ്മെന്റുകളാണ് ഇഷ്ടപ്പെടുന്നതെന്ന് കണ്ടെത്തി. വിവാദപരമായ നോട്ട് നിരോധന നീക്കത്തിനു ശേഷമാണ് ഈ പ്രവണത ഉയർന്നു വന്നിരിക്കുന്നത്. ആ പട്ടികയിൽ ഡൽഹി മുന്നിലാണ്. 96% പേർ ഡിജിറ്റൽ ഇടപാടുകളാണ് ഡൽഹിയിൽ ഇഷ്ടപ്പെടുന്നത്. സ്വീഡൻ കാണിച്ചതുപോലെ ഡിജിറ്റൽ ആശ്ലേഷം നികുതി വെട്ടിപ്പ് കുറയ്ക്കുന്നതിലേക്ക് നയിക്കുക മാത്രമല്ല, അഴിമതി കുറയ്ക്കുകയും സുതാര്യമായ ഒരു സാമ്പത്തിക സംവിധാനം സൃഷ്ടിക്കുകയും ചെയ്യുമെന്നത് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുന്നു. മിക്ക പൗരന്മാർക്കും ശരി എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടെങ്കിലും അത് പ്രാവർത്തികമാക്കുന്നതിൽ പരാജയപ്പെടുന്നുണ്ടെന്ന് കണ്ടെത്തലുകൾ വെളിപ്പെടുത്തുന്നുവെന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞൻ ദീപങ്കർ ഗുപ്ത ഇന്ത്യ ടുഡേയോട് പറഞ്ഞു. ഇന്ത്യയുടെ സിവിക് സെൻസിന്റെ പോരായ്മകൾക്ക് പിന്നിൽ അജ്ഞതയാണെന്ന അനുമാനത്തെ സർവേ തള്ളിക്കളയുന്നുവെന്ന് ഗുപ്ത പറയുകയുണ്ടായി. പുരോഗതിക്കും പുരുഷാധിപത്യത്തിനും ഇടയിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു രാഷ്ട്രമാണ് നമ്മുടേത് എന്ന് ലിംഗ മനോഭാവങ്ങൾ എന്നതിനെ കുറിച്ചുള്ള സർവേ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. ലിംഗ തുല്യതാ പരിശോധനയിൽ കേരളം വീണ്ടും ഒന്നാമതെത്തി. ഈ പട്ടികയിൽ ഉത്തർപ്രദേശ് ഏറ്റവും താഴെയായി. സർവേയിൽ പങ്കെടുത്തവരിൽ ഏകദേശം 93% പേരും പെൺമക്കൾക്ക് ആൺകുട്ടികളെ പോലെ തന്നെ വിദ്യാഭ്യാസ അവസരങ്ങൾ അർഹിക്കുന്നുവെന്ന് പറഞ്ഞപ്പോൾ 84% പേർ സ്ത്രീകൾ സ്വന്തം സംസ്ഥാനത്തിന് പുറത്ത് തങ്ങളുടെ കരിയർ പിന്തുടരണമെന്നും വാദിച്ചു. എന്നിരുന്നാലും പ്രധാന കുടുംബ തീരുമാനങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കുന്നതിൽ പുരുഷ കുടുംബാംഗങ്ങളുടെ പങ്ക് 69% ഇപ്പോഴും പിന്തുണയ്ക്കുന്നുണ്ടെന്ന് സർവേ വെളിപ്പെടുത്തി. ഇന്ത്യ പിന്നിലായ മറ്റൊരു മാനദണ്ഡം ഫീമെയിൽ ലേബർ ഫോഴ്സ് പാർട്ടിസിപ്പേഷൻ ആണ്. 41% അത്.
ഇത് 60% ഉള്ള ചൈനയെക്കാളും 58% ഉള്ള US-നേക്കാളും വളരെ കുറവാണ്. പൊതുസുരക്ഷ എങ്ങനെയാണെന്നൊന്ന് പരിശോധിക്കാം. പൊതുജന സുരക്ഷയാണ് ഒരു സംസ്ഥാനത്തെ സമ്പന്നമാക്കുന്ന മറ്റൊരു ഘടകം. സർവേ പ്രകാരം കേരളം വീണ്ടും പട്ടികയിൽ ഒന്നാമതെത്തി. ഹിമാചൽ പ്രദേശും ഒഡീഷയും തൊട്ടു പിന്നിലുണ്ട്. ഏറ്റവും നന്നായി പെരുമാറുന്ന സംസ്ഥാനം തമിഴ്നാടാണെന്നും ഏറ്റവും മോശം സംസ്ഥാനം കർണാടകയാണെന്നും സർവേ കാണിക്കുന്നു. കർണാടകയിൽ പ്രതികരിച്ചവരിൽ 79% പേരും ഉപദ്രവം ഒരു പതിവ് പ്രശ്നമാണെന്ന് അഭിപ്രായപ്പെട്ടു. പൊതുഗതാഗത സംവിധാനത്തിൽ സുരക്ഷിതത്വം അനുഭവപ്പെടുന്നുണ്ടെന്ന് സർവേയിൽ പങ്കെടുത്ത 86% പേരും പറഞ്ഞെങ്കിലും ഏകദേശം 44% സ്ത്രീകളും ഏതെങ്കിലും തരത്തിലുള്ള പീഡനം നേരിടുന്നതായി റിപ്പോർട്ട് ചെയ്തു. സർക്കാർ സിസ്റ്റത്തിലുള്ള വിശ്വാസക്കുറവ് സൂചിപ്പിക്കുന്ന മറ്റൊരു ശ്രദ്ധേയമായ സ്ഥിതിവിവര കണക്ക് ലഭിച്ചത് കുറ്റകൃത്യങ്ങൾ പരാതിപ്പെടുന്നതിലാണ്. അക്രമാസക്തമായ കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യണമെന്ന് 84% പേർ അവകാശപ്പെട്ടിട്ടുണ്ടെങ്കിലും ഡൽഹി പോലുള്ള നഗരങ്ങളിൽ FIR രജിസ്ട്രേഷൻ വളരെ കുറവാണ് എന്ന് സർവേ ബോധ്യപ്പെടുത്തുന്നു. ഉദാഹരണത്തിന്, മോഷണത്തിന് ഇരയായവരിൽ 7.2% പേർ മാത്രമാണ് കുറ്റകൃത്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതായി കണ്ടെത്തിയത്. വൈവിധ്യവും വിവേചനവും എത്ര ശതമാനമെന്ന് നോക്കാം. മതപരവും ജാതിപരവുമായ വൈവിധ്യത്തിൽ ഇന്ത്യ അഭിമാനിക്കുന്നുണ്ടെങ്കിലും സംസ്ഥാനങ്ങളിലുടനീളം പക്ഷപാതം നിലനിൽക്കുന്നു എന്നാണ് സർവേ നൽകുന്ന വിവരം. ഈ കണക്കിലും കേരളം 1-ാം സ്ഥാനത്താണ്. മധ്യപ്രദേശ് പട്ടികയിൽ ഏറ്റവും താഴെയാണ്. പ്രതികരിച്ചവരിൽ 70% പേരും തങ്ങളുടെ അയൽപ്പക്കങ്ങളിലെ മതവൈവിധ്യത്തെ സ്വാഗതം ചെയ്യുന്നതായി സർവേ വെളിപ്പെടുത്തി. ജോലിസ്ഥലത്ത് അല്ലെങ്കിൽ ജോലി നിയമനത്തിൽ 60% പേർ മതപരമായ വിവേചനം ഒഴിവാക്കണം എന്ന് അഭിപ്രായപ്പെട്ടു. ഇവിടെയും കേരളം മുന്നിലാണ്. മതത്തെ അടിസ്ഥാനമാക്കി വിവേചനം കാണിക്കാനുള്ള തൊഴിലുടമയുടെ അവകാശത്തെ 88% പേർ എതിർക്കുന്നു. എന്നിരുന്നാലും സർവേ വെളിപ്പെടുത്തിയ ശ്രദ്ധേയമായ വശം മിശ്രജാതി മിശ്ര മതവിവാഹങ്ങൾക്കെതിരായ അമിതമായ പ്രതിരോധമാണ്. ഇത് ഇന്ത്യയുടെ ആഴത്തിലുള്ള സാമൂഹിക വിഭജനത്തെ അടിവരയിടുന്നു. പ്രതികരിച്ചവരിൽ 61% പേർ മിശ്ര മതവിവാഹങ്ങളെ എതിർക്കുമ്പോൾ 56% പേർ മിശ്ര ജാതി വിവാഹങ്ങളെ ആണ് എതിർക്കുന്നത്. വികസനത്തിലേക്കുള്ള പാത GDP സംഖ്യകളിലൂടെയും അടിസ്ഥാന സൗകര്യ പദ്ധതികളിലൂടെയും മാത്രമല്ല, വൈവിധ്യം, ലിംഗസമത്വം തുടങ്ങിയ സാമൂഹിക അളവുകോലുകളിലെ വിപ്ലവങ്ങളിലൂടെയും ആണെന്ന് സർവേ എടുത്തു കാണിക്കാൻ ശ്രമിക്കുന്നു. ഹൗ ഇന്ത്യ ലിവ്സ്, കാഡൻസ് ഇന്റർനാഷണൽ എന്നിവയുമായി സഹകരിച്ച് ഇന്ത്യ ടുഡേ ഗ്രൂപ്പ് ഗ്രോസ് ഡൊമസ്റ്റിക് ബിഹേവിയർ സർവേ നടത്തിയത്. 21 സംസ്ഥാനങ്ങളിലെയും ഒരു കേന്ദ്ര ഭരണ പ്രദേശത്തെയും 98 ജില്ലകളിൽ നിന്നുള്ള 9188 ആളുകളാണ് സർവേയിൽ പങ്കെടുത്തത്. പങ്കെടുത്തവരിൽ 54.4% പേർ നഗര കേന്ദ്രങ്ങളിൽ നിന്നുള്ളവരും 45.6% പേർ ഗ്രാമപ്രദേശങ്ങളിൽ നിന്നുള്ളവരുമാണ്. 4 വിശാലമായ വിഷയങ്ങളിലായി 30 ചോദ്യങ്ങൾ സർവേയിൽ ചോദിച്ചു. സിവിക് ബിഹേവിയർ, അതായത് സമൂഹ പ്രവർത്തനങ്ങളിലെ പങ്കാളിത്തം, പൊതു നിയമങ്ങൾ പാലിക്കൽ എന്നിവയിൽ 12 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. പൊതുസുരക്ഷ അല്ലെങ്കിൽ നിയമപാലനത്തിനുള്ള വിശ്വാസം, വ്യക്തിഗത സുരക്ഷാ ധാരണകൾ, ഇവയിൽ 6 ചോദ്യങ്ങൾ. ലിംഗ മനോഭാവം, ലിംഗപരമായ റോളുകളെയും സമത്വത്തെയും കുറിച്ചുള്ള വീക്ഷണങ്ങൾ, ഇവയിൽ 7 ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു. വൈവിധ്യവും വിവേചനവും, ജാതി, മതം അല്ലെങ്കിൽ വംശീയതയെ അടിസ്ഥാനമാക്കിയുള്ള പക്ഷപാതം തുടങ്ങിയവയിൽ 5 ചോദ്യങ്ങളാണ് ഉണ്ടായിരുന്നത്. മറ്റൊരു സോഷ്യൽ ഇൻഡെക്സ് സ്റ്റാറ്റിസ്റ്റിക്സിലും കേരളം മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നു എന്നുള്ളത് നമുക്കൊക്കെ അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. താങ്ക് യു ഫോർ ലിസണിങ്. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം.